ചേട്ടാ, ആദ്യം സുരേഷ് ഗോപി, ഞാനാണ് മകൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നെപ്പോക്കിട്ട് എന്ന പ്രസ്താവന ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തീർച്ചയായിട്ടും നെപ്പോക്കിട്ട് തന്നെയാണ്. ഞാൻ നെപ്പോക്കിട്ട് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല. സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത്. അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിനൊരു കരിയർ ഫുൾ എൻ്റെ കുഞ്ഞുനാളോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല. അപ്പം അങ്ങനെ നെപ്പോക്കിട്ട് കിട്ടുന്നൊരു ടാഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് 2 പ്രോജക്ട്സ് JSK, കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത്. സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബ്വിയസ് ആണ്. സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കണം. ഇപ്പൊ ഫസ്റ്റ് 2-3 ചോദ്യങ്ങൾ, ഇതിനു മുന്നേ വന്ന ചോദ്യം, അടുത്ത പൃഥ്വിരാജ്, അടുത്ത സുരേഷ് ഗോപി, അടുത്ത വിജയ്. നെപ്പോക്കിട്ട് എന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടാൽ 2 ആൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം. എൻ്റെ ഇൻഡിപെൻഡൻസ് ആയി ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ്. അത് ഞാൻ ചെയ്താലും 10 വർഷം കഴിഞ്ഞ് ഇവന്റെ പൃഥ്വിരാജിന്റെ ഒരു സാമ്യമുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ അന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറണ്ട് പൃഥ്വിരാജ് എന്നോ കറണ്ട് സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം. എനിക്ക് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. സൂപ്പർ സ്റ്റാർസ് ആണോ, ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ മൂവീസ് ആണോ, ഇതെല്ലാം അവരുടെ പെർസ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബിൾസും ടാഗ്സും ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞല്ലോ, അതിന് പേഴ്സണലി തോന്നുന്ന നെഗറ്റീവ് നെഗറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ സ്വന്തം ടാലന്റ് എക്സ്പോസ് ചെയ്താൽ പോലും ഒരാളുടെ ഷാഡോയിൽ നിൽക്കുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു തോന്നുന്നുണ്ടോ? ഞാൻ ആ സെൻസിലല്ലായിരുന്നു പറഞ്ഞത്. അത് ഇറ്റ്സ് മോർ ടു മൈ പേഴ്സണൽ ലൈഫ്. എൻ്റെ മാത്രമല്ല, എൻ്റെ സിബ്ലിങ്സിന് വേണ്ടി എനിക്കിവിടെ സംസാരിക്കാൻ പറ്റും. ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി വൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ അത് കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ടോ? അതനുഭവിച്ചാണ് ഞാനും എൻ്റെ 3 സിബ്ലിങ്സും. ഇപ്പോൾ ചാലൂക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാലൂക്കയുടെ ചേച്ചിയും അപ്പുചാട്ടൻ, ഷാലൂക്ക, ഈ നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ്. അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ച് വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത്. പിന്നെ അതേപോലെ നെപ്പോക്കിട്ട് എന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും, 2 സിനിമ കിട്ടും. എൻ്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആക്ടറിന്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ്. ഒരു നെപ്പോക്കി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു നിർത്തില്ല. So I guess that answers your question. So